ഹലോ ഗൈസ്, അങ്ങനെ ശ്രുതി ചന്ദ്രമതിയെ പേടിച്ച് താലി മാറ്റിക്കിട്ടൽ ചടങ്ങിന് ഒരു ഫേക്ക് അച്ഛനെ അമ്മയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരുന്നുണ്ട്. രണ്ടാനമ്മയാണ് കേട്ടോ അമ്മ. ഒരു അച്ഛനെയും രണ്ടാനമ്മയും ഒക്കെ റെഡിയാക്കി കൊടുക്കാണ് മീര. അങ്ങനെ താലി മാറ്റിക്കിട്ടൽ ചടങ്ങിന് എല്ലാവരും ഹാളിലേക്ക് പോവാണ്. ഹാളിൽ വെച്ച് വലിയൊരു പരിപാടിയായിട്ടാണ് വർഷയുടെ വീട്ടുകാർ ഈ പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അവിടെ വെച്ച് സച്ചി ഒരു മോഷണക്കാരനാക്കാനാണ് ഇവര് തീരുമാനിക്കുന്നത്. എന്തായാലും അവിടെ വെച്ച് നല്ലൊരു ട്വിസ്റ്റ് നടക്കുന്നുണ്ട്. എന്തായാലും ശ്രുതി കല്യാണത്തിന്റെ തലേന്നാണ് ഈ ഒരു അച്ഛനും അമ്മയും കണ്ടുപിടിക്കാൻ വേണ്ടി മീരയുടെ കൂടെ പോകുന്നത്. അവിടെ തൊട്ടുള്ള എപ്പിസോഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ കാണിക്കുന്നത് ശ്രുതി പാർലറിൽ എത്തുന്നതാണ്. മീരയാണെങ്കിലോ ഓഫീസ് ലീവാക്കി പാർലറിലോട്ട് എത്തിയിട്ടുണ്ട്. ഓഫീസിൽ കള്ളം പറഞ്ഞാണ് കേട്ടോ മീര ഇറങ്ങുന്നത്. പാർലറിൽ എത്തിയ പാടെ തന്നെ ശ്രുതി ഓടി വരുന്നുണ്ട്. മീരെ, ഞാൻ നിന്നെ വിളിച്ചിട്ട് ഇപ്പൊ 1-2 മണിക്കൂറായി, ഇപ്പോഴാണോ നീ വരുന്നത്? ദേ, എന്റെ ജീവിതം വെച്ചുള്ള കളിയാണിത്. ഇന്നല്ലെങ്കിൽ നാളെ ആ അമ്മായി അമ്മ എന്നെ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കും. എന്റെ ശ്രുതി, നീ വിഷമിക്കാതെ. ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്തു വെക്കുമ്പോ നീ ആലോചിച്ചില്ലായിരുന്നോ ഇങ്ങനെ ഒരു അമ്മായിയമ്മയാണ് നിന്റെതെന്ന്? മീരെ, നീ ഇപ്പൊ വന്നത് എന്റെ ടെൻഷൻ കൂട്ടാനാണോ അതോ എനിക്ക് എന്തെങ്കിലും സൊല്യൂഷൻ പറഞ്ഞു തരാനാണോ? നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ശ്രുതി. ഇപ്പൊ നീ ഒരു ചെറിയ കള്ളം മറച്ചു വെക്കാൻ വേണ്ടി 1000 കള്ളം പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിന്റെ പുറത്ത് ഓരോന്നായിട്ട് കൂടി വരികയാണ്. ആ കൂടുന്നതിനനുസരിച്ച് നിന്റെ അമ്മായിയമ്മയ്ക്ക് നിന്നോട് ദേഷ്യം കൂടത്തേ ഉള്ളൂ. അങ്ങനെ അവസാനം എല്ലാം കൂടി കുമിഞ്ഞു കൂട്ടി വെച്ച് അവര് നിന്നെ എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് പേടി. നീ പറഞ്ഞത് കേട്ടിട്ട് അങ്ങനെ ഒരാളാണ് നിന്റെ അമ്മായിയമ്മ. എന്തായാലും ശ്രുതി, നമുക്ക് ഇവിടെ വെച്ചത് സംസാരിക്കണ്ട. നീ എന്റെ കൂടെ വാ, നമുക്ക് പുറത്തുനിന്ന് സംസാരിക്കാം. ശരി. ആ കൃത്യസമയത്താണ് പാർലറിലോട്ട് ഓണർ വരുന്നത്. അയ്യോ ശ്രുതി, നിന്റെ ഓണർ വരുന്നുണ്ട്. ഷോ, ഇവർക്ക് വരാൻ കണ്ടൊരു സമയം. ആ ശ്രുതി, കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ഇപ്പൊ കസ്റ്റമേഴ്സ് ഒക്കെ വരാറില്ലേ? അതൊക്കെ ഒന്ന് കണ്ടറിയാൻ വേണ്ടി വന്നതാ ഞാൻ. പിന്നെ സ്റ്റാഫായ നിങ്ങളൊക്കെ ജോലി എടുക്കുന്നുണ്ടെന്ന് അറിയണല്ലോ. എന്താ മേഡം അങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ ആത്മാർത്ഥമായിട്ടല്ലേ ഇവിടെ ജോലി ചെയ്യുന്നത്. അയ്യോ, അതിന് ഞാൻ ശ്രുതിയെ കുറിച്ച് പറഞ്ഞതല്ല. ശ്രുതി സത്യസന്ധമായിട്ടല്ലേ പാർലറിൽ ജോലി ചെയ്യുന്നത്, അതെനിക്കറിയാം. എന്നാലും ബാക്കിയുള്ളവര് ഉഴപ്പുന്നുണ്ടോന്ന് അറിയണല്ലോ, അതൊന്ന് നോക്കി കാണാൻ തന്നെ വന്നതാ. മേഡത്തിന് എന്തെങ്കിലും? എനിക്കിപ്പോ ഒന്നും ചെയ്യണ്ട. നെക്സ്റ്റ് വീക്ക് ഞാനും എന്റെ ഫാമിലിയിൽ നിന്ന് കുറച്ചു പേരും കൂടി വരുന്നുണ്ട്. ദേ, ഈ ബ്യൂട്ടി പാർലറിലോട്ട് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് ഈ സെറ്റപ്പ് ഒക്കെ ഒന്ന് മാറ്റണം. അവരൊന്ന് കണ്ട് ഞെട്ടട്ടെ. അല്ല, ഇതാരാ? പുതിയ സ്റ്റാഫിനെ ആരെങ്കിലും ശ്രുതി നിർത്തിയിട്ടുണ്ടോ? അത് ഇത് സ്റ്റാഫല്ല, എന്റെ ഫ്രണ്ടാ. ഓ, ശ്രുതിയുടെ ഫ്രണ്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി വന്നതാണോ? അല്ല മേഡം, മീര എന്നെ കാണാൻ വേണ്ടി വന്നതാ. ഡ്യൂട്ടി ടൈമിനാണോ ഒരാളെ കാണാൻ വേണ്ടി വരുന്നത്? അതത്ര നല്ല കാര്യമല്ല ശ്രുതി. അത് പിന്നെ മേഡം, അവക്ക് അർജന്റായിട്ട് എന്തോ ഒരു കാര്യം എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അവളെ വിളിച്ചു വരുത്തിയത്. ശരി. ഈ ഡ്യൂട്ടി ടൈമിനൊന്നും ഇതുപോലെ കൂട്ടുകാരുമായിട്ട് സംസാരിച്ച് നിൽക്കരുത്. കസ്റ്റമേഴ്സ് വരുമ്പോ മടങ്ങിപ്പോവും. കഴിയുന്നതും അവരുടെ കാര്യങ്ങളൊക്കെ നീറ്റാക്കി ചെയ്തു കൊടുത്ത് അവരെ പറഞ്ഞേക്കാൻ നോക്കുക. കേട്ടില്ലേ ശ്രുതി? ഓക്കെ മേഡം. മേഡം, ഒരു കാര്യം ചോദിക്കട്ടെ? എന്താ മേഡം? ഞാനൊന്ന് മീരയുടെ കൂടെ ഒന്ന് പുറത്തു വരെ പോയിക്കോട്ടെ? എന്ത്? ഡ്യൂട്ടി ടൈമിന് പുറത്തു പോവാനോ? അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. ഇവിടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളത് നീ മാത്രമേ ഉള്ളൂ. അപ്പൊ പിന്നെ നീ ഈ സമയത്ത് പോയാൽ പിന്നെ എങ്ങനെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പോവാ? ദേ ശ്രുതി, ഒരു കാര്യം ഞാൻ പറഞ്ഞു നിൽക്കാം. നീയാണ് എനിക്ക് ഈ പാർലർ വിറ്റത്. അതുകൊണ്ട് മാത്രം ആ ഒരു സ്നേഹം നിന്നോട് എനിക്കുണ്ട്. അത് നീയായിട്ട് കളയരുത്. മാഡം, ഇത് അത്യാവശ്യം ആയതുകൊണ്ടാ. ഞാൻ പെട്ടെന്ന് തന്നെ പോയിട്ട് വരാം. ഷോ, പറഞ്ഞത് കേൾക്കുന്നില്ലേ ശ്രുതി? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മാസത്തെ സാലറിന്ന് പകുതി ഞാൻ നിന്റേത് കട്ടാക്കും. ഇത് കേട്ടപ്പോ മീരയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. മീര പറയുന്നുണ്ട്, എന്താ മാഡം ഇത്? അവൾ ഇപ്പൊ പോയിട്ട് പെട്ടെന്ന് വരും. നിങ്ങൾ ഇങ്ങനെ എന്തിനാ വാശി പിടിക്കുന്നത്? എല്ലാ ദിവസവും രാവും പകലെന്നില്ലാതെ അവൾ ഇവിടെ ഓവറായിട്ട് അധ്വാനിക്കുന്നില്ലേ? ഓവർ ടൈമാ ഇവളുടെ പല ദിവസത്തെയും വർക്ക് ആണെങ്കിലേ ഞാൻ എണ്ണി അതിനുള്ള കാശ് അവൾക്ക് കൊടുക്കുന്നുണ്ട്. ഓവർ ടൈം വർക്ക് ചെയ്യുന്നതിന് അവൾ എണ്ണി കാശ് വാങ്ങിക്കുന്നുണ്ടല്ലോ. ഇല്ലെന്ന് ശ്രുതി പറയോ? മീരെ, നീ ഒന്നും മിണ്ടാതിരിക്കേ. മാഡം, അവൾ അറിയാതെ പറഞ്ഞതാ. എനിക്കൊന്ന് പോവേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇനിയിപ്പോ കുഴപ്പമില്ല. മാഡത്തിന് താല്പര്യം ഇല്ലെങ്കിൽ ഞാൻ പോകുന്നില്ല. ദേ, ഇതൊന്നും സാധിച്ചു തരാൻ പറ്റാത്ത കാര്യ. എന്നാലും എന്ത് ചെയ്യാനാ? പെട്ടെന്ന് പോയിട്ട് വാ. താങ്ക്സ് മാഡം. പെട്ടെന്നാവണം. അങ്ങനെ മീരയും ശ്രുതിയും കൂടി പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട്. ദേ മീരെ, എനിക്ക് ആകപ്പാട് കുറച്ച് സമയമുള്ളൂ. നീ എന്താ നിന്റെ ഐഡിയ എന്ന് വെച്ചാ പറ. ഇവരിപ്പോ ഉള്ളത് ജ്യൂസ് കുടിക്കാൻ വേണ്ടി ഒരു കടയിലോട്ട് കയറിയിരിക്കുകയാണ് കേട്ടോ. അപ്പൊ മീര പറയുന്നുണ്ട്, പ്രത്യേകിച്ച് ഐഡിയ ഒന്നുമില്ല. അന്ന് നമ്മൾ ഇളയച്ചിന് വരുത്തിച്ചില്ലേ, അതുപോലെ ഒരു അച്ഛനും അമ്മയും വരുത്തിക്കണം. എന്റെ അടുത്ത് 1-2 പരിചയക്കാരുണ്ട്. ഈ നാടകത്തിലൊക്കെ അഭിനയിക്കുന്നവരാ. അവരെ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? മീരെ, അതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. അന്നൊരു ഇളയച്ചനെ നീ കണ്ടുപിടിച്ച് തന്നില്ലേ, അയാളെ തന്നെ ഞാൻ ഹാൻഡിൽ ചെയ്യാൻ പെട്ട പാട് അതെനിക്ക് മാത്രമേ അറിയൂ. ഓരോ നിമിഷവും പിടിക്കപ്പെടും എന്നുള്ള പേടിയില്ല അയാളുടെ കൂടെ ഞാൻ തള്ളി നീക്കിയത്. പിന്നെ എന്ത് ചെയ്യാനാ നിന്റെ ഉദ്ദേശം? മീരെ, തൽക്കാലം എന്തെങ്കിലും കള്ളം പറഞ്ഞ് പിടിച്ചു നിന്നാലോന്നാ ഞാൻ ആലോചിക്കുന്നത്. എന്ത് കള്ളം? നീ ഇനി എന്ത് കള്ളമാ പറയാ? അതാണ് എനിക്ക് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടാത്തത്. നിന്റെ മനസ്സിൽ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എന്റെ മനസ്സിൽ തോന്നുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിനക്ക് വേണമെങ്കിൽ ഒരു ഫേക്ക് അച്ഛനും അമ്മയും ഞാൻ ഉണ്ടാക്കി തരാം. എന്നാ പിന്നെ അങ്ങനെ ആകാലേ? അങ്ങനെ ആകാം. ഇന്ന് വൈകിട്ട് നീ ബ്യൂട്ടി പാർലറിൽ ഇറങ്ങ്. നമുക്ക് അവരെ കാണാൻ വേണ്ടി പോവാം. ശരി മീരെ, ഞാൻ വൈകിട്ട് ഇറങ്ങി നിൽക്കാം. നീ അങ്ങോട്ടേക്ക് വന്നാ മതി. ശരി.
ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് വർഷയുടെ വീടാണ് കേട്ടോ. വർഷയുടെ അമ്മ മഹിമ വർഷയുടെ അച്ഛനോട് പറയുന്നുണ്ട്, അതെ നിങ്ങളിങ്ങനെ ഇരുന്നോ, എന്തൊക്കെ കാര്യങ്ങൾ ഇനി ചെയ്തു തീർക്കാൻ കിടക്കുന്നു. എന്താ മഹിമേ, ഇനി എന്ത് കാര്യങ്ങളാ? നീ പറഞ്ഞ പോലെ ഹോളൊക്കെ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫുഡിന്റെ കാര്യങ്ങൾ ഞാൻ ഒരു കാറ്ററിംഗുകാരെ ഏൽപ്പിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ എന്താ വേണ്ടത്? എന്റെ ഏട്ടാ, ആ ശ്രുതിയുടെ ബന്ധുക്കളില്ലേ മലേഷ്യയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടെന്നാ കേട്ടത്. ഈ ഒരു ചടങ്ങിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒട്ടും അവരുടെ മുന്നിൽ മോശക്കാരാവരുത്. ചന്ദ്ര പറഞ്ഞു കേട്ടോടത്തോളം ആ ശ്രുതിയുടെ വീട്ടുകാര് നമ്മളെക്കാൾ കോടീശ്വരന്മാരാണെന്നാ തോന്നുന്നത്. ആണെങ്കിൽ ഇപ്പൊ നമുക്കെന്താ മഹിമേ, നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാ പോരെ. നമ്മളുടെ മോളുടെ കാര്യം സേഫ് ആയിരിക്കണം. നമ്മൾ വിചാരിച്ച സ്ഥലത്ത് നമ്മുടെ മോളും മരുമകനും എത്തണം, അതല്ലേ നമ്മളുടെ ആഗ്രഹം. അതൊക്കെ തന്നെയാണ്. പക്ഷേ ഏട്ടനൊന്ന് ആലോചിച്ചു നോക്ക്, നമ്മൾ അവരുടെ മുന്നിൽ തലതാഴ്ത്തേണ്ട ആവശ്യമില്ലല്ലോ. ഏയ് അതില്ല, അപ്പൊ അത്യാവശ്യം ഗംഭീരമാക്കണം. അതൊക്കെ നീ പറഞ്ഞ പോലെ എന്താന്ന് വെച്ചാ ചെയ്യാം. അല്ല, ഇത് മാത്രം നീ പറഞ്ഞില്ലല്ലോ, എന്താ നിന്റെ പ്ലാന്? അല്ല, ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു മുൻകരുതൽ എടുക്കായിരുന്നു, അതിനുവേണ്ടി ചോദിച്ചതാ. ഏതായാലും ഫംഗ്ഷൻ എടുത്തില്ലേ, ഇനിയെങ്കിലും നിനക്ക് പറഞ്ഞൂടെ? ശരി, എപ്പോഴും ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ ഇന്ന് കാര്യം പറയാം. ദേ, നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ സാധാരണ കൊള ആയിട്ടേ ഉള്ളൂ. ഇനി ഇതും കൂടി ചെന്ന് കൊള ആക്കരുത്, കേട്ടല്ലോ? എന്നുവെച്ചാ ഇത് നേരെ മകളുടെ അടുത്ത് പോയി പറഞ്ഞേക്കരുതെന്ന്. ശരി മഹിമേ, നമ്മൾ നമ്മുടെ മോള് വീട്ടിലോട്ട് വരാൻ വേണ്ടിയല്ലേ ഇതൊക്കെ പ്ലാൻ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇത് എന്റെ മോളോട് പറയാൻ നിൽക്കുവോ? അതിന് മോളെ വിളിച്ചിട്ട് തന്നെ കാലം എത്രയായി, ഞാനല്ലേ വിവരമൊക്കെ അന്വേഷിക്കുന്നത്. അതൊക്കെ വിട്. എന്താ ഇപ്പൊ ഞാൻ ചെയ്യേണ്ടത്? നിന്റെ പ്ലാൻ എന്താ അത് പറ. ഒരു മോഷണം സീന് ഞാൻ അവിടെ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ടത് നേരെ ആ കുടിയനായ സച്ചിയുടെ തലയിലോട്ടിടും. മോഷണമോ? എന്ത് മോഷണം? എങ്ങനെ മോഷണം പോവും? അതൊക്കെ പറ. എന്റെ ഏട്ടാ ഒന്ന് അടങ്ങ്, ഞാൻ ആദ്യം പറയട്ടെ. നമ്മുടെ മോൾക്ക് നമ്മൾ ഡയമണ്ട് നെക്ലേസ് വാങ്ങുന്നു, അതവൻ മോഷ്ടിക്കുന്നു. അങ്ങനെ വേണം കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് എത്തിക്കാൻ. ദേ മഹിമേ, നീ എന്തൊക്കെ പറയുന്നെന്ന് ഓർക്കുന്നുണ്ടോ? ആ പയ്യനുണ്ടല്ലോ, ഇതൊക്കെ അവന്റെ തലയിലേക്ക് ഇട്ടാലേ അവൻ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവൻ വേണമെങ്കിൽ എന്നെ കൊന്നെന്നിരിക്കും. അങ്ങനെയൊന്നും ചെയ്യാൻ അവന്റെ കൈ പൊങ്ങില്ല. അപ്പോഴേക്കും ഞാൻ അവിടെ പോലീസിനെ വിളിച്ചു വരുത്തും. അപ്പൊ പിന്നെ ഏട്ടൻ അവന് തൊടാൻ പോലും പറ്റത്തില്ല. പിന്നെ ഒരു കാര്യം, എന്തായാലും ഈ കാര്യമൊന്നും സ്വയം ബോധത്തോടെ അവൻ ചെയ്യേണ്ടതല്ല. അവൻ ആരെങ്കിലും ഒന്ന് നൈസായിട്ട് കുടിപ്പിക്കണം. അത് പിന്നെ പറയാനുണ്ടോ? മദ്യം കണ്ട അവൻ തന്നെ എടുത്തു കുടിച്ചോളൂ. അതൊക്കെ ശരി തന്നെയാ. എന്നാലും വീട്ടുകാരുടെ വിലക്കുണ്ടാകുമ്പോ അവൻ അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല. പ്രത്യേകിച്ച് അവന്റെ അച്ഛൻ പറയുന്നതൊക്കെ അവൻ കേൾക്കുന്ന കൂട്ടത്തിലാ. അല്ല, അപ്പൊ പിന്നെ അവനെ കുടിപ്പിക്കാൻ എന്ത് തന്ത്ര ഉള്ളത്? അതൊക്കെയുണ്ട്, ഏട്ടനെല്ലാം കണ്ടോ. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് പാർലറിൽ നിന്നും ശ്രുതി ഇറങ്ങുന്നതാണ്. ആ സമയത്ത് മീര അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവര് രണ്ടുപേരും കൂടി ഒരു സ്റ്റുഡിയോയിലോട്ടാണ് പോകുന്നത്. അവിടെ എത്തിയ പാടത്തന്നെ മീര പറയുന്നുണ്ട്, ദേ ഇവിടെയാണ് അവര് രണ്ടുപേരുള്ളത്, ഇവിടെ കാണാന്നാ പറഞ്ഞത്. നമുക്ക് എന്തായാലും അവരോട് സംസാരിക്കാം, വാ. ഹലോ ചേട്ടാ. ആരാ? ചേട്ടാ, ഞാൻ സെബാസ്റ്റ്യൻ സാറ് വിളിച്ചു പറഞ്ഞിട്ട് വന്നതാ, മീര. ഓ, അന്ത മീര, എങ്കി ഇരിക്ക്. അയ്യോ, ഇരിക്കാനൊന്നും സമയമില്ല, ഞങ്ങൾക്ക് കാണാൻ പറഞ്ഞ ആളുകളെ ഒന്ന് കാണണമായിരുന്നു. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. പിന്നെ ഒരു ദാമ്പത്യ ജീവിതം കൂട്ടിച്ചേർക്കാനല്ലേ, ഒരു വിഷയം തീർക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ എന്റെ സ്റ്റാഫുകൾ അങ്ങോട്ട് വിടുന്നത്. പിന്നെ അവർക്ക് ഒരു കുറവും വരാൻ പാടില്ല, പ്രത്യേകിച്ച് ഭക്ഷണ കാര്യത്തില്. അതൊക്കെ ഞങ്ങൾ ഏറ്റു. ഒരേ ഒരു ദിവസം, ആ ഒരു ദിവസത്തിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. അതിപ്പോ എത്ര ദിവസമാണെങ്കിലും കുഴപ്പമില്ല, കാര്യം നന്നായിട്ട് നടന്നാൽ മാത്രം മതി. ആ കുടുംബം തമ്മിൽ ഒന്നിക്കുമല്ലോ. പിന്നെ ചേട്ടാ, ദാ ഇവളുടെ അച്ഛനും അമ്മയായിട്ടാ ഒരാളെ വേണ്ടത്. കുട്ടിയുടെ അച്ഛനും അമ്മയായിട്ടാണോ? അതായത് അമ്മ രണ്ടാനമ്മയാ. അമ്മ രണ്ടാനമ്മയാണോ? അപ്പൊ പിന്നെ സൗദാമിനിയാ നല്ലത്. അച്ഛൻ രണ്ടാനച്ഛനാണോ? ഏയ്, അച്ഛൻ ഇവളുടെ സ്വന്തം അച്ഛനാ. അല്ലാതെ പിന്നെ വാടകയ്ക്ക് എടുത്തതാവോ? ഇവിടെന്ന് വാടകയ്ക്ക് എടുക്കുമല്ലേ, അതെങ്ങനെ സ്വന്തം അച്ഛനാ? അയ്യോ ചേട്ടാ, ഞാൻ നിലവിലുള്ള കാര്യം പറഞ്ഞതാ. ഇവളുടെ അച്ഛൻ മലേഷ്യയിലാ, അദ്ദേഹത്തിന് വരാൻ പറ്റുന്നില്ല. ഇവളുടെ രണ്ടാനമ്മ അദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക് വിടുന്നുമില്ല. അവിടുത്തെ വലിയ ബിസിനസ്മാനാ അദ്ദേഹം. അശ്യോടാ, വലിയ കഷ്ടമാണല്ലോ. അല്ല, ഈ ബിസിനസ് ഒക്കെ ഉണ്ടാകുമ്പോ ഒരുപാട് സ്വത്തുകൾ കാണുമല്ലോ. ഇതൊക്കെ ഇനി കുട്ടിക്ക് കിട്ടുമായിരിക്കും. അപ്പൊ ശ്രുതി മീരയുടെ ചവിട്ടി പറയുന്നുണ്ട്, മീരെ എന്തൊക്കെ ഇയാൾ ചോദിക്കുന്നത്? വന്ന കാര്യം പറ. സർ, ഞങ്ങൾക്ക് അച്ഛനും അമ്മയൊന്ന് കാണണമായിരുന്നു. ഇഷ്ടം പോലെ അച്ഛനും അമ്മയില്ലേ, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. പിന്നെ ഒരു വിഷയമുണ്ട്. എന്താ? അച്ഛൻ കുറച്ച് നിറം കുറഞ്ഞിട്ടാ, അത് വിഷയമുണ്ടോ? അതൊന്നും വിഷയമില്ല, ഏകദേശം ഇവൾക്ക് മാച്ച് ആയാൽ മതി. മീരെ, നമുക്കിപ്പോ തൽക്കാലം കാര്യം നടന്നാ പോരെ, ആദ്യം ഒന്ന് അച്ഛനെ കാണട്ടെ. ശരി, എന്നാ പിന്നെ അവരെ വിളിക്കാലേ. എടോ, ആ സൗദാമിനിയോടും ബലരാമനോടും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ. ശരി സാർ. അങ്ങനെ ഇവര് വരികയാണ് കേട്ടോ. ഈ ബലരാമനെ കണ്ട പാടത്തിന് ശ്രുതിക്ക് ആകപ്പാടെ ദേഷ്യം വരാൻ കേട്ടോ. മോളെ ശ്രുതി, ഇതാണ് നിന്റെ അച്ഛന്, ഇത് നിന്റെ രണ്ടാനമ്മ സൗദാമിനി. അയ്യോ, എന്റെ മോളാണോ ഇത്? മോളൊക്കെ തന്നെ, മാച്ചില്ലാത്ത മോളാണെന്നേ ഉള്ളൂ. എനിക്ക് മാച്ചില്ലെങ്കിൽ എന്താ, സൗദാമിനിക്ക് മാച്ച് ഉണ്ടല്ലോ. ഈ നാടകം ഞാൻ പൊളിക്കും. എടോ ചുമ്മാരിയടോ, ഇത് നാടകമൊന്നുമല്ല, ആ കുട്ടിയുടെ ലൈഫിൽ കയറി അഭിനയിക്കാനുള്ളതാ. ഇതൊരു ജീവിത പ്രശ്നമാണ്. അത് നല്ല രീതിയിൽ അഭിനയിച്ച് തകർത്തി ഈ കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അയ്യോ, അതിന് കുട്ടിക്ക് എന്താ പ്രശ്നം? തന്നോടെ പറഞ്ഞ പണി ചെയ്താൽ മതി. അപ്പൊ ശ്രുതി പറയുന്നുണ്ട്,
അതെ, ഇതാണോ എന്റെ അച്ഛൻ? അതെ, മോൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇതാണ് ബലരാമൻ അച്ഛൻ. ഇയാൾ എങ്ങനെ എനിക്ക് മാച്ച് ആവുക? എന്റെ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മാച്ച് വേണ്ടേ? അതിനല്ലേ മോളെ അമ്മ. സൗദാമിനിയും മോളും ഏകദേശം ഒരുപോലത്തെ മുഖച്ചായത്താ. അതെ, ഞങ്ങൾ ഒരുപോലത്തെ മുഖച്ചായത്താ അല്ലേ മോളെ? ഷേ, കൈയെടുക്ക്. ഓ എന്റെ സൗദാമിനി, ഒന്ന് മാറി നിൽക്ക്. മോളെ, മോക്ക് മോളുടെ അച്ഛനെ ഇഷ്ടപ്പെട്ടില്ലേ? അമ്മയെ ഇഷ്ടപ്പെട്ടോ? എനിക്ക് രണ്ടുപേരും ഇഷ്ടപ്പെട്ടില്ല. വേറെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്, കാണിച്ചുതരാം. നിങ്ങൾ ഇങ്ങോട്ട് മാറിയുന്നേ. ആ സമയത്ത് സൗദാമിനി പറയുന്നുണ്ട്, ഓ ഈ പെണ്ണിന്റെ ഒരു അഹങ്കാരം, ഇനി കാണാനുള്ളവരൊക്കെ നോക്കിക്കോ. അങ്ങനെ കുറെ പേര് സ്പീഡിൽ വന്ന് പോകുന്നുണ്ട് കേട്ടോ. ഒരാളെയും നമ്മുടെ ശ്രുതിക്ക് പറ്റുന്നില്ല. പിന്നെയും പറ്റിയത് ആദ്യം വന്നവരെ തന്നെയാണ്. എന്താ മോളെ ഇത്? എത്ര പേരെ കണ്ടു? ഇപ്പൊ ഒരു 10-30 ആൾക്കാരെ കണ്ടില്ലേ? ആരെയും മോക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ചേട്ടാ, ഇതിൽ ആരെങ്കിലും എനിക്ക് പറ്റിയവര് വേണ്ടേ? അത് തന്നെയല്ലേ മോളോട് ഞാൻ ആദ്യം പറഞ്ഞത്. എല്ലാം ഒത്തിണങ്ങി ലക്ഷണങ്ങളൊക്കെ ഒത്ത ഒരാളെ കിട്ടണം എന്ന് പറയുന്നതേ കുറച്ച് ബുദ്ധിമുട്ടാണ്. സ്വന്തം അച്ഛനും അമ്മയും ഒന്നും അല്ലല്ലോ, ഉണ്ടാക്കി എടുക്കുന്നതല്ലേ. അതുകൊണ്ട് തൽക്കാലം മോൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്ക്. അല്ലെങ്കിൽ പിന്നെ വേറെ ആരെങ്കിലും നോക്കി പോവേണ്ടി വരും. എന്റെ അടുത്ത് കുറച്ച് ആളുകളേ ഉള്ളൂ. അപ്പൊ മീര പറയുന്നുണ്ട്, ദേ നോക്ക്, തൽക്കാലം ഇവരെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഒപ്പിക്കാം. മീരെ, നീ ഇതെന്താ പറയുന്നത്? ദേ ഈ ബലരാമൻ അങ്കിൾ ഈ ആന്റിയേക്കാളും നീളം കുറവാണ്. അത് മാത്രം ഒരു മാച്ചും ഇല്ല ഞാനും ഇയാളൊന്നും തമ്മില്. ഇവരെ പിന്നെ ഒപ്പിക്കാന്ന് കരുതാം. എന്നാ പിന്നെ നമുക്ക് വേറെ നോക്കാം, അല്ലാതെ നിവൃത്തിയൊന്നുമില്ല. ശരി മോളെ, ആരെയും കിട്ടിയില്ലെങ്കിൽ ഇങ്ങോട്ട് തന്നെ പോര്. നമുക്ക് ഇത് തന്നെ അങ്ങോട്ട് ഫിക്സ് ചെയ്യാം. ശരി ചേട്ടാ. അങ്ങനെ അവര് രണ്ടുപേരും കൂടി പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പൊ മീരയോട് ശ്രുതി പറയുന്നുണ്ട്, ദേ എനിക്ക് നിന്നെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. എന്തൊക്കെയാ നീ അവിടെ വെച്ച് പറഞ്ഞത്? അതെന്റെ അച്ഛനും അമ്മയ്ക്ക് ഒരു മേച്ചും ഇല്ലാത്ത ആളുകളാ. പിന്നെ ആ ഇളയച്ചനെ നീ ആദ്യം കാണിച്ചില്ലേ? അന്നേ അയാൾ എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. ഇതിപ്പോ അയാളെക്കാൾ താല്പര്യമില്ലാത്ത രണ്ടുപേര്. എല്ലാം ഒത്തിണങ്ങിയ ആളെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിപ്പോ ആ ഡയറക്ടർ സാർ പറഞ്ഞത് കേട്ടല്ലോ. ആ ചേട്ടനെ നിനക്ക് ഏകദേശം പാകമായിട്ടുള്ള ഒരാളെയാണ് സെറ്റാക്കി തന്നത്. എന്നിട്ട് നിനക്കത് വേണ്ട. ഇനിയിപ്പൊ നീ എന്താന്ന് വെച്ചാ ചെയ്തോ. മീരെ, എനിക്കിപ്പോ ഇത്രേ പറയാനുള്ളൂ. അവരെ ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുത്താൽ ശരിയായിക്കോളൂ എല്ലാം. അയാളൊന്ന് പൊട്ടിയിട്ട് മിനിക്കാ മതി. പിന്നെ ആ സൗദാമിനി ചേച്ചിക്ക് നല്ല അടിപൊളി സാരിയൊക്കെ എടുത്തു കൊടുത്താല് നിന്റെ അച്ഛനും അമ്മയെ പോലെ തന്നെ ഉണ്ടാവും. എന്നാ പിന്നെ അതന്നെ നോക്കാം അല്ലേ? അതേനെ ഇനി നിവർത്തിയുള്ളൂ. എന്തായാലും ഞാൻ അവിടേക്ക് വിളിച്ചു പറഞ്ഞോളാം. നമുക്കിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങാം. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ശ്രുതി വീട്ടിലോട്ട് കയറി ചെല്ലുന്നതാണ്. ആ സമയത്ത് ദേഷ്യം പിടിച്ചു നിൽക്കാണ് ചന്ദ്രമതി. എവിടെ പോയിരുന്നു ശ്രുതി നീ? അത് പിന്നെ അച്ഛനമ്മയും നാളെ വരികയല്ലേ? അവർക്ക് എന്തെങ്കിലും സർപ്രൈസ് വാങ്ങാൻ വേണ്ടി പോയതാ. അവര് വരുന്ന കാര്യം വിളിച്ചു പറഞ്ഞോ? എന്നിട്ടെന്താ മോൾ എന്നോട് പറയാതിരുന്നത്? അത് പിന്നെ കുറച്ചു നേരമായിട്ടുള്ളൂ അവര് വിളിച്ചു പറഞ്ഞിട്ട്. ഷോ, എന്തായാലും നാളെയെങ്കിൽ അവരെ ഒന്ന് കാണാലോ. രണ്ടാനാമയും വരുന്നുണ്ട് അല്ലേ? അച്ഛൻ നിർബന്ധിച്ചിട്ട് അവരും വരുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട്. ഹോ, എന്തായാലും എന്റെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു. മോളുടെ അച്ഛനോടെ കുറച്ച് പണം എങ്ങനെയെങ്കിലും എന്റെ മോൻക്ക് ശരിയാക്കി കൊടുക്കണം എന്നുള്ളത് ഈ പ്രാവശ്യം വരുമ്പോ പറയാലോ. പിന്നെ അദ്ദേഹത്തിന് അക്കൗണ്ടിക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഹോ, ഇതൊക്കെ ആലോചിച്ചിട്ടേ എനിക്ക് കോരി തരിക്കാം. ആ പൂക്കാരി പെണ്ണിന്റെ മുന്നിലേ എനിക്കൊന്ന് ഷോ ഇറക്കണം. ഞാൻ കണ്ടുപിടിച്ച മരുമക്കള് അത്ര തരം താഴ്ന്നവരല്ലെന്ന് അവളെ കൊണ്ട് പറയിപ്പിക്കും ഞാൻ. ഷോ, ഇവരിത് എന്തിനുള്ള പുറപ്പാടാ? പിന്നെ മോളെ, അച്ഛനമ്മയും വരുമ്പോ എന്നെ വിളിക്കാൻ മറക്കണ്ട കേട്ടോ. അത് പിന്നെ വിളിക്കാതിരിക്കോ ആന്റി? എന്തായാലും മോളുടെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടുള്ള എല്ലാ സകല കാര്യങ്ങളും ഞാനിവിടെ ഒരുക്കി വെക്കാൻ പറയുന്നുണ്ട് കേട്ടോ. അല്ല മോളെ, നാളെ ഇപ്പൊ ഫംഗ്ഷൻ നടക്കുന്ന സമയത്തെ ശ്രീകാന്ത് വർഷയ്ക്ക് എന്തെങ്കിലും അണിയിച്ചു കൊടുക്കും. ആ സമയത്ത് സുധിക്ക് നിന്റെ കയ്യിലോട്ട് എന്തെങ്കിലും അണിയിച്ചു തരണ്ടേ? അതിന് അവന്റെ കയ്യിൽ കാശില്ല. അതിനെന്താ ആന്റി? അതിന് എന്റെ മോൻ നാണം കെടാതിരിക്കാൻ ശ്രുതി മോള് വിചാരിച്ചാലേ കഴിയൂ. എന്റെ കയ്യിൽ 5ന്റെ പൈസ എടുക്കാനില്ല. രവിയേട്ടനോട് ചോദിച്ചിട്ടാണെങ്കിൽ തരുന്നുമില്ല. മോൾ എന്തെങ്കിലും ഒരു തിരുമറി ചെയ്ത് അവന് കുറച്ച് പൈസ സെറ്റാക്കി കൊടുക്ക്. ഒരു 1.5 പവനെങ്കിലും വാങ്ങിക്കണ്ടേ? അതെങ്കിലും ഇല്ല ഞാൻ എങ്ങനെയാ? എന്താ ആന്റി ഇത്? സുധി തരേണ്ടത് വരെ ഞാനാണ് സുധിക്ക് വാങ്ങിച്ചു കൊടുക്കേണ്ടത്. ഇതിപ്പോ സുധിയെ ഞാൻ എന്റെ തലയിൽ കൊണ്ടുവച്ച് നടക്കേണ്ട അവസ്ഥയാണല്ലോ. സുധിയെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ലേ? എന്താടി പറഞ്ഞത്? ഞാൻ പറയുന്നതിൽ എന്താ ഒരു കുഴപ്പക്കേട്? എന്തു പറഞ്ഞിട്ടാ എന്നെ ആന്റി സുധിയെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചത്? എന്നിട്ടിപ്പോ സുധിയെ ഞാൻ നോക്കേണ്ട അവസ്ഥയാണ്. സുധിക്ക് ഒരു ടാലന്റും ഇല്ല. എടി, എന്റെ മോനെ കുറിച്ച് നീ എന്താ പറഞ്ഞത്? സുധിക്ക് ടാലന്റ് ഇല്ലെന്നോ? അവനാണ് എന്റെ മക്കളിൽ ഏറ്റവും നല്ലവൻ. ടാലന്റ് ഉള്ളവൻ അവനാ. അതിങ്ങനെ പറഞ്ഞു നടക്കത്തേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞു നടക്കാനേ ഒക്കത്തുള്ളൂ. എന്താടി? നിന്റെ അച്ഛനമ്മയും നാളെ വരുന്ന ദിവസമായി പോയി. ഇല്ലാന്നുണ്ടെങ്കിലേ എന്തെങ്കിലും ഞാൻ പറഞ്ഞേനെ. ഏതായാലും നിന്റെ അച്ഛനമ്മയും വരട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. അവൾ എന്റെ മോനെ കുറ്റം പറയാൻ വന്നേക്കുന്നു. അതും പറഞ്ഞ് ചന്ദ്രമതി അവിടുന്ന് ദേഷ്യം പിടിച്ചു പോകുന്നുണ്ട്. ഇങ്ങനെ ഒരു അമ്മമാരുണ്ടാവുമോ? മക്കളെ വഷളാക്കി വളർത്തുന്ന ഇവരങ്ങനെ വളർത്തിയതുകൊണ്ടാ സുധി ഇപ്പൊ ഇങ്ങനെ ആയത്.
ഓക്കെ, അങ്ങനെ അടുത്ത എപ്പിസോഡിൽ നമ്മുടെ ശ്രുതിയുടെ അച്ഛനും അമ്മയും ഫേക്ക് അച്ഛനും അമ്മയും വരുന്നുണ്ട് കേട്ടോ. ഇവരെ കണ്ടിട്ട് ആകെ ചന്ദ്രമതി ഞെട്ടുന്നുണ്ട്. ആ ഒരു കിഡിലൻ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡാണ് കേട്ടോ അടുത്തത്. ആ ഒരു എപ്പിസോഡ് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്കൊന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത വീട്ടിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗായ്സ്.